നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. വർഷം പറയാം, 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് 1857 വിപ്ലവം. അതായത് മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ഈ 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1857 മെയ് 10-നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക്, അതായത് P55 എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാനായിട്ട് ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചു. ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുവാനുണ്ടായ പ്രധാന കാരണം. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, ഇത് നടന്നത് മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഉത്തർപ്രദേശിലെ. 1857 മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി 1857 വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ എന്ന് പറയുന്നത്. ഇത് നടന്നത് 1857 മാർച്ച് 29-നാണ്. അതേപോലെ ജെയിംസ് ഹ്യൂസണിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയ ആളാണ് ജോൺ ഹെയ്സി. ഈ ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചു. അതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാദാർ ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നത്. ഈ തൂക്കിലേറ്റിയെന്ന് പറയുന്നത് 1857 ഏപ്രിൽ 21-നാണ്. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ ജോൺ ഫിനിസ് എന്ന് പറയുന്നത്. നമ്മുടെ മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗത്തെ പറയുന്നത് എന്തുവാ? 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻറ്ററി റെജിമെന്റ്, അതായത് 34-ാം തദ്ദേശീയ കാലാൾപ്പട, ബരാക്പൂർ. അതാണ് മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം. ഈ മംഗൾ പാണ്ഡെ അഡ്ജൂട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയ ഡേറ്റ് എന്താണെന്നറിയാവോ? 1857 മാർച്ച് 29-നാണ്. അതേപോലെ ഈ 1857 വിപ്ലവത്തിൽ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്ന് പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയും എന്നതാണ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഡൽഹിയാണ്. 1857 മെയ് 12-നാണ് ഇവര് ഡൽഹി പിടിച്ചെടുക്കുന്നത്. ഹ്യൂഗ് റോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്വാളിയാർ, സാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് മേധാവിയാണ് ഹ്യൂഗ് റോസ് എന്ന് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാ? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി. എന്നാൽ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്തുവാ? അദ്ദേഹത്തിന്റെ രാമചന്ദ്ര പാണ്ഡു രംഗ. രാമചന്ദ്ര പാണ്ഡു രംഗ എന്നതാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹം ശരിക്കും ആരായിരുന്നു? നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു ഇദ്ദേഹം. നമ്മളൊരു തോക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? P53 എന്ന് പറഞ്ഞ തോക്ക്. ശരിക്കും ഇത് 1857 ജനുവരി മുതൽ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന 1857 മാർച്ച് 29-നാണ്. അന്നേരമാണ് ഇന്ത്യൻ ഭടന്മാരത്ത് ഇത് ഉപയോഗിക്കാൻ പറയുന്നത്. അതിന് നിരസിച്ചതിനാണ്, അതിന്റെ പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് തന്നെ. ഈ പേഷ്വ ബജിറാവുവിന്റെ ദത്തുപുത്രനാണ് നമ്മുടെ നാനാ സാഹിബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ദൊഡ്ഡു പാണ്ഡ് എന്നാണ്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാണ് ഈ നാനാ സാഹിബ്. ഇദ്ദേഹത്തെ നമ്മൾ മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈയിലാണ്. അതായത് 1857 മെയ്യിൽ തുടങ്ങിയ യുദ്ധം 1858 ജൂലൈ വരെ നീണ്ടു. അതുപോലെ ഡൽഹിയിൽ ഈ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ എന്ന് പറയുന്ന സൈനിക മേധാവിയാണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെ. മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹാബാദ്, മധുര, അലിഗഡ് ഇതൊക്കെയാണ് ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ ഈ സമയം. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നതും നമ്മുടെ നാനാ സാഹിബ് തന്നെ. അതായത് പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നീ സ്ഥലങ്ങളിലൊന്നും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബാധിച്ചിട്ടില്ല. പിന്നെ 1857 വിപ്ലവത്തിന്റെ 150-ാം വർഷം ഇന്ത്യ ആഘോഷിച്ചത് 2007. 2007-ലാണ് 1857 വിപ്ലവത്തിന്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത്. 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ അറിയപ്പെടുന്ന അജീത് ഗണ്ട എന്നാണ് ഡൽഹി
സ്ഥിതി ചെയ്യുന്നത്. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയത് വില്യം ഹോഡ്സൺ ആണ്. അത് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്ന്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? റാങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ബഹദൂർ ഷാ രണ്ടാമൻ മരിച്ച വർഷമോ 1862 ഈ ബഹദൂർ ഷാ രണ്ടാമൻ മരണപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.